എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ഹേജുനും അതേപോലെ അവൻ്റെ അച്ഛനോട് സംസാരിക്കുന്ന കാണിച്ചോണ്ടാ അവൻ്റെ അച്ഛൻ അവിടെ പറയും, നമ്മളുടെ രണ്ടുപേരുടെയും കണ്ണ് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ നീ എൻ്റെ മോനാണ് എന്ന്. ഇവിടെ നമ്മുടെ ഹേജുൻ ചോദിക്കും, ഇത്രയും നാളും പിന്നെന്താ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിക്കാഞ്ഞത് എന്ന്. അവിടെ അവൻ്റെ അച്ഛൻ പറയും, നിന്റെ അമ്മയാണ് നിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഹൈഡാക്കി വെച്ചത്. അവൻ ചോദിക്കും, പിന്നീട് നിങ്ങൾക്ക് ഇപ്പം എങ്ങനെ എന്നെ മനസ്സിലായേ? ഇത് കേൾക്കുന്ന അവൻ്റെ അച്ഛനാണെങ്കിൽ അവനൊരു കാർഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് അവനെ അവോയ്ഡ് ചെയ്ത് പോകുന്നത് പോലെ അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജീവോണിയാണ്. അവിടെയായിട്ട് അവളുടെ ഫ്രണ്ട് ദാലാണെങ്കിൽ ഒരു ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കും. ഇവള് വിചാരിക്കും ഇത് അവളുടെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനകത്ത് പേര് എഴുതിയിരുന്നതേ അവളുടേതായിരുന്നു. ഇത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ചാൽ ഇത്രയും നാളിന് ശേഷം ആദ്യമായിട്ടാണ് അവൾക്കൊരു ലവ് ലെറ്റർ കിട്ടുന്നത് തന്നെ. അവൾ അതങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ അതിനകത്തുള്ള മിസ്റ്റീരിയസ് മാൻ എഴുതിയിരിക്കുന്നത് തന്നെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നേരിട്ട് വന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത്, എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ഞാൻ ഉടനെ തന്നെ വന്ന് തുറന്നു പറയുമെന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ജീവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സന്യയുടെ അടുത്തോട്ട് വരും. അവൻ്റെ അടുത്ത് ഈ ലെറ്ററിനെ പറ്റി പറയാനാ വരുന്നത് എന്ന് അവൻ ചോദിക്കുന്നത് പ്രോഗ്രസ് കാർഡായിരുന്നു. അവിടെയായിട്ട് പ്രോഗ്രസ് കാർഡ് കണ്ടിട്ട് നമ്മുടെ സന്യയ്ക്ക് മനസ്സിലാവും ജീവന്റെ മാർക്ക് ഇത്തവണ ഭയങ്കര കുറവാണ് വന്നിരിക്കുന്നതെന്ന്. അവൻ അങ്ങനെ അതിന്റെ പേരിൽ അവളെ നല്ലതുപോലെ വഴക്ക് പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവനാണെങ്കിൽ ഈ ലെറ്ററിനെ പറ്റിയിട്ട് സന്യ എടുത്ത് പറയാൻ നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഹേജുനെ ആയിരുന്നു. അവനിപ്പോൾ ഭയങ്കര അപ്സെറ്റാണ് അവൻ്റെ അച്ഛൻ വന്നതിനെ പറ്റി ആലോചിച്ചിട്ട്. അവിടെ അവൻ്റെ ഫ്രണ്ടും അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതേസമയം തന്നെ നമ്മളുടെ ജീവനിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ദാലില്ലേ, അവളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കിത് കേൾക്കുന്നേ മനസ്സിലാവും, അതായത് നമ്മളുടെ ഹേജുൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഭയങ്കര അപ്സെറ്റാ എന്ന്. അവൾക്കും അത് കേട്ടിട്ട് നല്ല സങ്കടം തോന്നും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജീവൻ അവളുടെ അച്ഛനടുത്ത് വന്നിട്ട് അവൾക്ക് ഈ ഒരു ലവ് ലെറ്റർ കിട്ടിയ കാര്യം പറയുന്നതാ. അവളുടെ അച്ഛൻ ചോദിക്കും, പിന്നെന്താ നീ ഇക്കാര്യം സന്യ എടുത്ത് പറയാഞ്ഞേ എന്ന്. എന്നാ അവള് പറയും, അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ എന്നെ അതിന്റെ പേരിൽ വഴക്ക് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ. അവിടെ നമ്മളുടെ ഹേജുൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. ഇത് നമ്മുടെ സന്യയ്ക്ക് മനസ്സിലാവും. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ടെറസിന്റെ മുകളിൽ വന്നിരിക്കുന്നേ. സന്യ അവൻ്റെ അടുത്ത് കാരണം ചോദിക്കും. എന്നാൽ ഹേജുനൊന്നും പറയാൻ റെഡി ആവത്തില്ല. അവിടെ നമ്മുടെ സന്യ പറയും, ഇപ്പം ഞാൻ നമ്മളുടെ അനിയത്തിനെ വിളിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹേജുൻ പറയും, എൻ്റെ അച്ഛൻ ഇന്ന് എന്നെ കാണാൻ വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് നല്ല സന്തോഷവും വന്നു, എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ അച്ഛനെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമവും വന്നു. അച്ഛൻ എന്നെ 10 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ അച്ഛനെങ്കിലും തിരിച്ചു വന്നല്ലോ എന്നെ അന്വേഷിച്ചിട്ട്. അതാലോചിച്ച് എനിക്ക് സന്തോഷമുണ്ട്. ഇത് കേൾക്കുന്നത് നമ്മുടെ സന്യയ്ക്ക് അങ്ങ് ഒരുമാതിരിയാവും. എന്താന്ന് വെച്ചാൽ അവനെ അവൻ്റെ അമ്മ ഉപേക്ഷിച്ചിട്ടല്ലേ പോയത്, അതും അവൻ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന സമയത്ത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജുന് മനസ്സിലാവും അവനിപ്പോൾ നമ്മളുടെ സന്യനെ ജസ്റ്റ് ഹേർട്ട് ആക്കിയെന്ന്. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് സോറി പറയും. സന്യയ്ക്ക് ഇവിടെ നല്ല ഡൗട്ടുണ്ട്, ഇത് അവൻ്റെ യഥാർത്ഥ അച്ഛൻ തന്നെയാണോ എന്ന്. അതുകൊണ്ട് തന്നെ സന്യ പറയും, നമുക്ക് ഇതിനെപ്പറ്റി നിന്റെ ആൻറ്റി അടുത്ത് ചോദിക്കാം. എന്നാൽ നമ്മുടെ ഹേജുൻ പറയുന്നുണ്ട്, അല്ലട ഉറപ്പാണ് അച്ഛൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജീവനും അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള ദാലില്ലേ, രണ്ടുപേരോടെ ആ മിസ്റ്ററി ആയിട്ടുള്ള ആളിനെ തിരക്കി ഇറങ്ങുന്നതാണ്. എന്നാൽ അവൾക്കാണെങ്കിൽ ആ ചെറുക്കനെ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും നമ്മളുടെ ജീവൻ പറയും, എന്നാലും എനിക്കൊരു ലെറ്റർ കിട്ടിയതല്ലേ, ഇതിനെപ്പറ്റി നമുക്ക് ഹേജുൻ്റെ അടുത്ത് പറയാമെന്ന്. അങ്ങനെ അവൾ അവിടെ എല്ലാം വന്ന് നോക്കും. എന്നാൽ നമ്മളുടെ ഹേജുനെ കാണാനേ പറ്റത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ ജിയോൺ പറയും, നീ എന്തായിരുന്നാലും സാറ്റർഡേ എൻ്റെ വീട്ടിലോട്ട് വരണം, അവിടെ എല്ലാവരും കാണും. അച്ഛൻ എന്തായിരുന്നാലും പുറത്തു പോയേക്കുമായിരിക്കും, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുകൂടാലോ. ഇവിടെ നമ്മളുടെ ജിയോണിന് മനസ്സിലായിട്ടുണ്ട്, അതായത് ദാലിനാണെങ്കിൽ നമ്മളുടെ ഹേജുൻ്റെ അടുത്ത് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്. അതുകൊണ്ട് അവളിപ്പോൾ ഇങ്ങനെ സംസാരിച്ച്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സൻഹ പറഞ്ഞതിൻ്റെ പേരിൽ ഹേജുനാണെങ്കിൽ അവൻ്റെ ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവൻ്റെ ആൻറ്റി പറയും, ഇനി നീ നിന്റെ അച്ഛനെ കാണാനാ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എന്നെ കാണാൻ വന്നേക്കരുത് എന്ന്. അവിടെ നമ്മുടെ ഹേജുൻ കാരണം ചോദിക്കുമ്പോൾ അവർ പറയും, അതായത് ഞാൻ നിന്റെ അച്ഛനെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, അത് നിന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഹോസ്പിറ്റലിന് പുറത്ത് വെച്ചിട്ടാ. അവിടെ വെച്ചിട്ട് നിന്റെ അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് പോയി. അവൾ ഒരുപാട് നിന്റെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ അയാൾ ഫോൺ പോലും എടുത്തിട്ടില്ല. പിന്നീട് അറിഞ്ഞത് അയാൾ ഒരു പണക്കാരിനെ കല്യാണം കഴിച്ചു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹേജുൻ ഭയങ്കര ഷോക്കാവും. അവൻ അവിടെ അവൻ്റെ ആൻറ്റി അടുത്ത് ചിരിച്ചുകൊണ്ട് പറയും, ഓക്കെ ആൻറ്റി, ഞാൻ ഇനി ഒരിക്കലും എൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യത്തില്ല, എനിക്കിപ്പോൾ സത്യം മനസ്സിലായല്ലോ എന്ന്. യഥാർത്ഥത്തിൽ അവൻ നല്ല അപ്സെറ്റ് ആയിരുന്നു. അവൻ തിരിച്ച് ബസ്സിൽ വരാൻ നേരത്ത് ഒരുമാതിരി ഷോകം അടിച്ചായിരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ സന്യയ്ക്ക് മനസ്സിലാവും. അവനാണെങ്കിൽ നമ്മുടെ ഹേജുന്റെ മൂഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുവരും. അവിടെ നമ്മുടെ ഹേജുൻ പറയും, നീ ഇതിനെപ്പറ്റി അച്ഛൻ്റെ അടുത്തൊന്നും പറയുകയൊന്നും ചെയ്യരുത്, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന്. ഹേജുൻ അവൻ്റെ കയ്യിരിക്കുന്ന അവൻ്റെ അച്ഛൻ്റെ ആ വിസിറ്റിംഗ് കാർഡ് കീറിക്കളയാൻ വരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സന്യ പറയും, വേണ്ട, നീ അങ്ങനെ ചെയ്യേണ്ട, നിന്റെ അച്ഛൻ ഇത്രയും വർഷത്തിന് ശേഷം എന്തിനാണ് തിരിച്ചു വന്നതെന്ന് നമുക്കറിയണ്ടേ, അത് നമുക്ക് അറിഞ്ഞേ പറ്റത്തോളെന്ന് പറയും.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജീവനാണെങ്കിൽ അവിടെ 2 ചേട്ടന്മാർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാ. എന്നാൽ അവന്മാർ വരാൻ നല്ല ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അവസാനം 2 എണ്ണവും വരും. നമ്മളുടെ ജീവൻ വന്ന് നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ ഹേജുൻ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. അവൾ ചോദിക്കും ഇവിടെ എന്തുവായി നടക്കുന്നേ എന്ന്. എന്നാൽ സൻഹ പറയും എന്തായിരുന്നാലും നിനക്കതെല്ലാം വഴിയെ മനസ്സിലാവൂ എന്ന്. ഇവിടെ 2 എണ്ണവും നാളെ സാറ്റർഡേ ആയിട്ടും വീട്ടിലുണ്ടാവത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവൻ അങ്ങ് ഒരുമാതിരി ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജീവൻ വന്ന് നോക്കുമ്പോൾ സൻഹയും ഇല്ല, അതേപോലെ തന്നെ ഹേജുനും ഇല്ല. അവളുടെ ഫ്രണ്ട് അവിടെ വരുന്നതും 2 പേരും ഇല്ലല്ലോ. നമ്മുടെ ജീവനാണെങ്കിൽ ഭയങ്കര എംബാരസ്ഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അവിടെയായിട്ട് അവൾ പറയും എന്റെ ചേട്ടന്മാർ എൻ്റെ അടുത്ത് നിന്ന് എന്തോ മറക്കുന്നുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ദാല് പറയും നീ വിഷമിക്കണ്ട, അവരെല്ലാം സമയമാകുമ്പോൾ പറയുമെന്ന്. യഥാർത്ഥത്തിൽ ദാലിന് ഇവിടെ ഒരു ഐഡിയ ഉണ്ടല്ലോ നമ്മുടെ ഹേജുന്റെ അച്ഛൻ തിരിച്ചു വന്നതിനെ പറ്റി. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സൻഹയും ഹേജുനും കൂടെ ആ ഹേജുന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. എന്നിട്ട് നമ്മുടെ ഹേജുൻ പറയും ഇനി മേലെ എന്നെ കാണാൻ വരുത്, എനിക്ക് സത്യമെല്ലാം മനസ്സിലായി എന്ന്. അവിടെ അവന്റെ അച്ഛൻ പറയുന്നത് തന്നെ എന്റെ കയ്യിൽ എല്ലാം ഉണ്ട്, പണവും സ്വത്തും അല്ല, എന്നാൽ എനിക്കൊരു അനന്തരാവകാശി മാത്രമില്ല. ഇത് കേൾക്കുന്നത് നമ്മുടെ സന്നയ്ക്ക് കാര്യം മനസ്സിലാവും. അപ്പം നമ്മളുടെ ഹേജുൻ ചോദിക്കും നിങ്ങൾക്ക് പിന്നെ എന്താ ഒരു കൊച്ചിനെ ദത്തെടുത്താ? അപ്പൊ അയാൾ പറയും എനിക്ക് സ്വന്തമായിട്ടൊരു മോനുള്ളപ്പോൾ ഞാൻ ദത്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കൊരു കുഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് എല്ലാവരും എന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. നീ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ വലിയൊരു ഫുട്ബോൾ ടീമിൽ എന്നെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹേജുനാണെങ്കിൽ അത് റിജക്ട് ചെയ്തിട്ട് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജുവോന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഹേജുന്റെ അച്ഛൻ വരുന്നതാണ്. എന്നിട്ട് അവിടെ അയാൾ പറയും ഞാൻ ഹേജുനെ ഓൾറെഡി മീറ്റ് ചെയ്തായിരുന്നു, ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, അവനെ എനിക്ക് അമേരിക്കയ്ക്ക് കൊണ്ടുപോകണമെന്നാ, ഞാൻ അവൻ്റെ യഥാർത്ഥ അച്ഛനാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ജുവോന്റെ അച്ഛൻ ഭയങ്കര ഷോക്കായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ജുവോന്റെ അച്ഛന് കുറച്ച് ക്യാഷും ഓഫർ ചെയ്യും. എന്നാൽ നമ്മുടെ ജുവോന്റെ അച്ഛൻ അതും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ജുവോണും ദാലും കയറി വരും. ഇവരെ കാണുന്നതും നമ്മളുടെ ജുവോണിന്റെ അച്ഛൻ പറയും നിങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വാ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ജുവോണാണെങ്കിൽ എന്തോ ഒരു പന്തികേട് തോന്നിയായിരുന്നു. അവൾ അങ്ങനെ നമ്മുടെ ദാലിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരും എനിക്കെന്തോ അയാൾ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ സൻഹയും ഹേജുനും നിൽക്കുന്നതാണ്. നമ്മളുടെ ജുവോണും അതേപോലെ ദാലും വന്നിട്ട് അവിടെ കണ്ട ആളിനെ പറ്റി ഇവന്മാരത്ത് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹേജുനും മനസ്സിലാവും അത് അവന്റെ അച്ഛൻ തന്നെയാണ്. പെട്ടെന്ന് തന്നെ അവന്മാര് 2 പേരും അവിടേക്ക് ഓടിപ്പോവും. വന്ന് നോക്കുമ്പോ അവിടെ എങ്ങും നമ്മളുടെ ഹേജുന്റെ അച്ഛനെ കാണത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ സൻഹയാണെങ്കിൽ ജീവന്റെ അടുത്ത് പറയും നമുക്ക് പുറത്തോട്ട് നിൽക്കാം, ഇവർ 2 പേരും സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ നമ്മുടെ ഹേജുനാണെങ്കിൽ ജുവോണിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ജുവോന്റെ അച്ഛൻ ചോദിക്കും നീ നിന്റെ യഥാർത്ഥ അച്ഛനെ കണ്ട കാര്യം എൻ്റെ അടുത്ത് പറയാഞ്ഞേ? ഞാൻ നിന്നെ ഒരിക്കലും വഴക്ക് പറയത്തില്ലായിരുന്നു, നിനക്ക് അയാളുടെ കൂടെ പോകണം എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നീ പൊക്കോളൂ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജീവോന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹേജുനും ഭയങ്കര സങ്കടമാവും. അവനും നന്നായിട്ടിരുന്ന് കരയാൻ തുടങ്ങും. അവൻ പറയും ഞാൻ ഇത് പേടിച്ചിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പറയാഞ്ഞ്, അച്ഛൻ ഒരു പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ കൂടെ പോവാൻ പറഞ്ഞാലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നതാ ഇഷ്ടമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജുവോണിന്റെ അച്ഛനും ഭയങ്കര ഇമോഷണലായിട്ട് പറയും സോറി മോനെ, ഞാൻ ഇനി ഒരിക്കലും അങ്ങനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് 2 പേരും കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സൻഹയാണെങ്കിൽ ജീവോന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഹേജുന്റെ അച്ഛൻ തിരിച്ചു വന്ന കാര്യം. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൺ പറയും അവന്റെ അച്ഛൻ തിരിച്ചു വന്നെങ്കിൽ എന്തോ അവനൊരിക്കലും നമ്മളെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, അവൻ നമ്മളുടെ ഫാമിലിയല്ലേ, അവൻ എൻ്റെ ചേട്ടനല്ലേ, അവൻ അവൻ്റെ ആന്റീനെ കാണാൻ പോകുന്ന പോലെ വല്ലപ്പോഴും അവൻ അവൻ്റെ അച്ഛനെ കാണാൻ പോകട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയും. ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ഹേജുൻ വരും. അവൻ വീണ്ടും അവിടെ ഇമോഷണലായിട്ട് കിടന്ന് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സൻഹയുടെ അമ്മയില്ലേ, അവരാണെങ്കിൽ അവരുടെ ഇളയ മോളുമായിട്ട് നമ്മുടെ സൻഹയുടെയൊക്കെ സ്ഥലമില്ലേ അവിടെയായിട്ട് വരുന്നതാണ്. സൻഹനെ അവന്റെ ഏറ്റവും ഇളയ അനിയത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളുടെ ജീവനാണെങ്കിൽ രാത്രി സമയമാവുന്നതും സൻഹയെടുത്തും അതേപോലെ തന്നെ നമ്മുടെ ഹേജുന്റെ അടുത്തും പറയും എനിക്കും അവസാനം ഒരു ലവ് ലെറ്റർ കിട്ടി, ഞാൻ ഇനി മുതൽ ഡേറ്റ് ചെയ്യാൻ പോവുക എന്ന്. ഇതും പറഞ്ഞിട്ട് അവളെല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യും. ഇവിടെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ആവുന്നതേ നമ്മുടെ സൻഹയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ഒരു സ്കൂൾ ബസ്സിൽ പോകാൻ നേരത്ത് നമ്മുടെ ഹേജുനാണെങ്കിൽ ജുവോന്റെ അടുത്ത് പറയും നീ അങ്ങനെ ഏതെങ്കിലും കണ്ണി കണ്ടവന്മാരെ കയറി ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴും ആലോചിച്ചും കണ്ട് മാത്രമേ ഡേറ്റ് ചെയ്യാവുള്ളൂ എന്ന്. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് നമ്മളെ ജുവോൺ ആണെങ്കിൽ മൈൻഡ് ആക്കുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന സൻഹ പറയും അവളുടെ പാട്ടിന് വിട്ടാരെ അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ദാല് വന്നിട്ട് ജുവോന്റെ അടുത്ത് പറയുന്നേ ഞാൻ ആ മിസ്റ്ററി മാനെ കണ്ടുപിടിച്ചു, രാവിലെ അവൻ നിന്റെ ടേബിളിലായിട്ട് ലെറ്റർ വെക്കാൻ വന്നപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കപ്പിൾ അവനെ കണ്ടായിരുന്നു എന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ജുവോന് ഭയങ്കര സന്തോഷം. ഇതാണെങ്കിൽ സ്കൂള് ഫുള്ളും അങ്ങ് പരക്കും, അതായത് ആ മിസ്റ്ററി മാൻ ആരാ എന്ന്. ഇതാണെങ്കിൽ നമ്മുടെ ഹേജുന് പറയും. അവൻ ഓടി വന്നിട്ട് നമ്മുടെ സൻഹ എടുത്ത് കാര്യം പറയും, അതായത് അവളെ നോക്കുന്ന ചെറുക്കൻ ഭയങ്കര സ്മാർട്ടും ഹാൻഡ്സമും ഒക്കെ ആണെന്ന്. ഇവിടെ നമ്മുടെ ഹേജുൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് നമ്മുടെ സൻഹയ്ക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മളുടെ ജീവൻ ആണെങ്കിൽ ആ മിസ്റ്ററി മാനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ക്ലാസിന്റെ മുമ്പിലായിട്ടൊക്കെ വന്ന് നോക്കും. അവിടെ വെച്ചിട്ട് അവർ 2 പേരും ഇടിച്ചിട്ട് 2 പേരും പരസ്പരം മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഹേജുനും അതേപോലെ ദാലും എല്ലാം വന്ന് നോക്കി കാണുന്നുണ്ട്. അവരെല്ലാവരും ഇവരെ ഇങ്ങനെ അഡ്മയർ ചെയ്ത് നോക്കി നിൽക്കുക. എന്നാൽ നമ്മുടെ സൻഹ മാത്രം ഒരു മാതിരി
ദേഷ്യത്തിലാണ് നോക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ ജീവോന്റെ അടുത്ത് ആ മിസ്റ്ററി ആയിട്ടുള്ള ചെറുക്കൻ പറയും നമുക്ക് രണ്ടുപേർക്കും ഒരു ഡിന്നറിന് പോയാലോ എന്ന്. രണ്ടുപേരും ഡിന്നറിന് പോകും, ഫുഡൊക്കെ കഴിക്കും. രണ്ടുപേരും ഒരേപോലെ ഫുഡ് കഴിക്കുന്നത്. എന്നാൽ രണ്ടുപേരും ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ജീവോൺ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി സംസാരിക്കുന്നതും അവിടെയായിട്ട് ഈ ചെറുക്കൻ പറയും, അതായത് എൻ്റെ അമ്മ എപ്പോഴും പറയും നല്ല ഫാമിലിയിലുള്ള ആൾക്കാരെ വേണം ഡേറ്റ് ചെയ്യാനെന്ന്. ഇവിടെ നിന്റെ ഫാമിലിനെ പറ്റി എനിക്ക് നല്ലതായിട്ടൊന്നും അറിയത്തില്ല, നിനക്കൊരു സിംഗിൾ പേരന്റ് മാത്രമല്ലേ ഉള്ളൂ. ഇത് കേൾക്കുന്നത് നമ്മുടെ ജീവോൺ അത്ര ഇഷ്ടപ്പെടത്തില്ല. അവള് പറയും എനിക്ക് 2 ചേട്ടന്മാരും ഉണ്ട്. എന്നാൽ അത് കേൾക്കുന്നതും അവൻ പറയും എങ്കിലും അത് നിന്റെ സ്വന്തം ചേട്ടന്മാരല്ലല്ലോ, അതൊരിക്കലും ഫാമിലിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജൂൺ ഭയങ്കര ഇറിറ്റേറ്റ് ആവും. അവൾ അവിടെ നിന്ന് പോകാൻ നേരത്ത് പറയും എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ ഫാമിലിനെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനതിൽ ഹാപ്പിയാണ്, ഇനി മേലെ എന്നെ കാണാൻ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ ബസ് കയറി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും ഡിന്നർ കഴിക്കാൻ നേരത്ത് നമ്മുടെ ജൂണും അവിടെ ജോയിൻ ചെയ്യുന്നതാണ്. എല്ലാവരും അവളുടെ അടുത്ത് അവളുടെ ഡേറ്റിനെ പറ്റി ചോദിക്കും. എന്നാൽ നമ്മളുടെ ജൂൺ പറയും ഓ അതത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ്റെ എൻ്റെയും ഫുഡ് ഹാബിറ്റ്സ് ഒന്നും അത്ര നല്ലതൊന്നും അല്ല, അവൻ എന്നെക്കാട്ടി നേരെ ഓപ്പോസിറ്റായെന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹീജുൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ചോദിക്കും എങ്കിലും നീ അതിൻ്റെ പേരിൽ റിജക്ട് ചെയ്തോ എന്ന്. ഇവിടെ നമ്മുടെ സന്നയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല സന്തോഷമുണ്ട്. എന്നാൽ കൂട്ടത്തിൽ തന്നെ അവനും ചെറുതായിട്ട് അപ്സെറ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജൂൺ എല്ലായിടത്തും നിന്ന് എന്തോ മറയ്ക്കുന്നു എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ജൂൺ അവളുടെ ക്ലാസ്സിൽ വരുന്നതും അവിടെയായിട്ട് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചെറുക്കനില്ലേ അവൻ വന്നിട്ട് ജൂണിൻ്റെ അടുത്ത് പറയുന്നതാ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്തായിരുന്നാലും നിന്റെ ഫ്രണ്ട് ആയിട്ടെങ്കിലും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ അവൾ ചോദിക്കും ഇന്നലെ നമ്മൾക്കിടയിൽ നടന്ന സംസാരം നീ ആരത്തേലും പറഞ്ഞായിരുന്നോ? അവനില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ ജൂൺ പറയും ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആവുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജൂൺ ഇതിനെപ്പറ്റി നമ്മുടെ സൻഹ എടുത്ത് വന്നിട്ട് പറയുന്നേ. സൻഹ പറയും നീ എന്തിനാ വെറുതെ അവൻ എന്തിന്റെ ഫ്രണ്ടൊക്കെ ആക്കുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ പറയും അവൻ എന്റെ ഫ്രണ്ട് ആവാനല്ലേ ചോദിച്ചോളൂ, അത് ഞാനങ്ങ് സാധിച്ചു കൊടുക്കാന്ന് വെച്ചു, എനിക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവരിങ്ങനെ സംസാരിച്ച് വരുന്നതും അവന്റെ മുമ്പിലായിട്ട് നമ്മുടെ സൻഹയുടെ അമ്മ വന്ന് നിൽക്കുന്നത് കാണും. ഇത് കണ്ടിട്ട് സൻഹ നല്ല അപ്സെറ്റ് ആയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കഫേയിലായിട്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് അവന്റെ അമ്മ പറയും ഞാൻ വന്നിരിക്കുന്ന തന്നെ നിന്റെ അനിയത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അവൾക്കിപ്പോൾ 7 വയസ്സായിട്ടുണ്ട്. ഇത് കേൾക്കുന്നതും നമ്മുടെ സൻഹയാണെങ്കിൽ ചോദിക്കും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണോ വന്നത്? അവിടെയായിട്ട് നമ്മുടെ ജൂവൺ ആണെങ്കിൽ ഹേജുനെ വിളിച്ചിട്ട് വരും. അതായത് സൻഹയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഹെൽപ്പിന് വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ഹേജുനാണെങ്കിൽ സൻഹേനെ അവൻ്റെ അമ്മയുടെ കൂടെ കണ്ടിട്ട് ഭയങ്കര അപ്സെറ്റ് ആവും. എന്താണെന്ന് വെച്ചാൽ കാണുന്നതും അവന് അവൻ്റെ അമ്മേനെ തന്നെ ഓർമ്മ വരുന്നത്. ഹേജുൻ പറയും ഞാൻ ഈ പ്രശ്നത്തിൽ തലയിടാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് അവൻ അപ്സെറ്റായി അവിടെ നിന്നങ്ങ് പോവും. അവിടെ നമ്മളുടെ സൻഹയാണെങ്കിൽ അവൻ്റെ അമ്മയടുത്ത് പറയും എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വേറെ എന്തോ ഉദ്ദേശമായിട്ടാണെന്ന്. അപ്പോൾ നമ്മുടെ സൻഹയുടെ അമ്മ പറയും ഞാനിവിടെ വന്നത് തന്നെ നിനക്ക് മാപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ സൻഹ ഭയങ്കര അപ്സെറ്റ് ആവും. അവൻ്റെ അമ്മ ചോദിക്കും നിനക്ക് എങ്ങനെ മറക്കാൻ പറ്റും, നീ അന്ന് എൻ്റെ മോളുടെ കൂടെ ഒറ്റയ്ക്കായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന സൻഹ ചോദിക്കും ഇപ്പോഴും എന്നെ ആ ഡെത്തിന്റെ പേര് എന്തിനാ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത്, എനിക്ക് ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, ഇപ്പൊ 10 വർഷം കഴിഞ്ഞു, ഇനി മേലെ എന്നെ കാണാൻ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അതേപോലെ തന്നെ അവന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവന്റെ മൈൻഡിലായിട്ട് ഇപ്പോഴും അവന്റെ അനിയത്തി മരിച്ച ആ ഒരു ഇൻസിഡന്റ് ഇല്ലേ അത് തന്നെയാ ഉള്ളത്. അവൻ വിചാരിച്ചിട്ട് കൂടി അവൻ ഇതുവരെ അത് മറക്കാൻ പറ്റിയിട്ടില്ല. അവൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. കൂട്ടത്തിൽ തന്നെ അവൻ ഭയങ്കര ബ്ലാങ്കും ആണ്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ സീബ്ര ക്രോസിംഗ് ഒന്നും നോക്കാണ്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവനൊരു ട്രക്ക് ഇടിക്കാൻ വരും. അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ വന്നിട്ട് അവന്റെ കൈയിൽ പിടിച്ചിട്ട് അവനെ നല്ലതുപോലെ വഴക്ക് കൊടുക്കും. എന്നിട്ട് ചോദിക്കും ഇത്രയ്ക്കും അപ്സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മ നിന്റെ അടുത്ത് എന്താ പറഞ്ഞേന്ന്. അവിടെ നമ്മുടെ സൻഹ പറയും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊരിക്കലും മാപ്പ് കിട്ടത്തില്ല, ഞാനൊരു ക്രൂരനാ എന്ന. ഇത് കേൾക്കുന്നേ നമ്മുടെ ജുവോൺ പറയും ശരിയാ നീ ഭയങ്കര ക്രൂരനാ, നീ എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കാറില്ലേ, അതുകൊണ്ട് നിനക്ക് ശിക്ഷ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജുവണ് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. സൗണ്ട് കേട്ടിട്ട് നമ്മുടെ സൻഹയ്ക്കും അങ്ങ് ചിരി വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നയാ. അവർ നന്നായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സൻഹയുടെ അമ്മയാണെങ്കിൽ സൻഹയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ സൻഹയുടെ അമ്മ കുറേ കാര്യങ്ങളൊക്കെ പറയും. സൻഹ ഇപ്പോൾ വളർന്നു വലുതായി, അവൻ ഇനിയിപ്പോൾ നല്ലൊരു കോളേജിൽ പഠിക്കേണ്ട സമയമായി എന്നൊക്കെ. ഈ സംസാരമൊക്കെ കേട്ടിട്ട് നമ്മുടെ സൻഹയുടെ അച്ഛൻ പറയും 10 വർഷത്തിന് ശേഷം നിനക്ക് ഇപ്പോഴാണോ നിനക്ക് ഇങ്ങനൊരു മോനുള്ളതിനെ പറ്റി ബോധം വന്നത്, അവനൊരിക്കലും നിന്നെ കണ്ടതിൻ്റെ പേരിൽ ഹാപ്പി ആയിരിക്കത്തില്ല, വെറുതെ അവൻ്റെ പുറകെ നടക്കണ്ട, അവനെ വെറുതെ വിട്ടാരേ എന്ന്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൻഹയുടെ കാര്യം പറഞ്ഞിട്ട് അടിയാവാനായിട്ട് തുടങ്ങും. സൻഹയുടെ അച്ഛനും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അവിടെ നിന്ന് അയാൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അയാളുടെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യുന്നതാണ്. ഡ്രിങ്ക് ചെയ്ത് ബോധം കെട്ടതുകൊണ്ട് തന്നെ അയാളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെ ജുവോണിൻ്റെ അച്ഛനായിരുന്നു. ജുവോണിൻ്റെ അച്ഛൻ്റെ അടുത്താണെങ്കിൽ സൻഹയുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ജുവോണിൻ്റെ അച്ഛൻ പറയും നീ സൻഹ എടുത്ത് സംസാരിക്കണം, അവനെ നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൻഹയുടെ അച്ഛൻ പറയും ഞങ്ങൾ പണ്ടേ പ്രോമിസ് ചെയ്തതാണ് അവൻ്റെ അമ്മേനെ പറ്റി ഞങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടാവത്തില്ല എന്ന്. എന്നാൽ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ പറയും അങ്ങനെയല്ല, നീ മാത്രമല്ലേ ഉള്ളൂ അവന്, അപ്പോൾ നീ വേണം അവനെ മെന്റലി സപ്പോർട്ട് ചെയ്യാനെന്ന്. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. നമ്മുടെ സൻഹയുടെ അച്ഛനില്ലായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ജീവോണിൻ്റെ അച്ഛൻ പറയും അവൻ ഭയങ്കര ഡ്രങ്കനാണ്, അതുകൊണ്ടാണ് വരാത്തത് എന്ന്. നമ്മുടെ സൻഹയ്ക്ക് ഇത്
കേൾക്കുന്നേ മനസ്സിലാവും. അതായത് അവൻ്റെ അമ്മയാണെങ്കിൽ സൻഹയുടെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ട് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ സൻഹയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയും. അവിടെ ഹേജും ചോദിക്കും, നിന്റെ അമ്മ നിന്നെ കാണാൻ വന്നതിൽ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പെട്ടെന്ന് തന്നെ നമ്മളുടെ സൻഹ ഇവിടെ പറയും, എനിക്കൊട്ടും സന്തോഷമില്ല, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, ഞാൻ അമ്മയെടുത്ത് ഇനി മേലെ എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്ന്. ഇതും പറഞ്ഞിട്ട് സൻഹ അവിടെ നിന്നങ്ങ് പോവും. ഹേജും മുകളിൽ വന്നിട്ട് സൻഹയെടുത്ത് ചോദിക്കും, നീ എന്തുവാ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് സമാധാനമായല്ലോ എന്ന്. സൻഹ എവിടെ പറയും, എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മ വന്നത് കണ്ടിട്ട് നിനക്ക് നല്ല ജലസ് അടിക്കുന്നുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോഴും എന്നെ ആ മരണത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അവരാ വീട്ടിലില്ലാതിരുന്നതോ, ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡുണ്ടോ ഇല്ലേ എന്ന് തിരക്കാതിരുന്നതോ അതൊന്നും തന്നെ അവരെ അന്വേഷിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് എല്ലാ കുറ്റവും ഞാൻ തന്നെ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ അമ്മേനെ മീറ്റ് ചെയ്യത്തില്ല. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ അടുത്ത് സോറി പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സൻഹയാണെങ്കിൽ ഒന്നും കൂടി ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നപ്പോൾ നീ ഹാപ്പി ആയിരുന്നില്ലേ? എന്നാൽ അച്ഛൻ എന്തിനാ മീറ്റ് ചെയ്യാൻ വന്നതെന്ന് കണ്ടപ്പോൾ നീ അച്ഛനടുത്ത് പറഞ്ഞില്ലേ ഇനി മേലെ എന്നെ കാണാൻ വരരുത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹേജുനാണെങ്കിൽ ഇറിറ്റേറ്റ് ആയിട്ട് പറയും, നിന്റെ അടുത്ത് സോറി പറയാനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ അവിടെ പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അമ്മയുടെ മുഖമെങ്കിലും ഓർമ്മയുണ്ട്, എനിക്ക് അതുപോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഹേജുവിൻ്റെ അടുത്ത് ചോദിക്കും, നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോയാലോ എന്ന്. എന്നാൽ ഹേജുനാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ കയറി വാതിലങ്ങ് അടയ്ക്കും. അങ്ങനെ നമ്മുടെ സൻഹയായിട്ട് ജുവോൺ ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ പോകും. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിച്ച് പറയും, എനിക്കാണെങ്കിൽ യാതൊരുവിധ സങ്കടവും ഇല്ല, എന്നെ ഒരു സിംഗിൾ പേരൻ്റ് അല്ലേ വളർത്തിയത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹ ചോദിക്കും, നിന്റെ അടുത്ത് ഇത് ആരാ പറഞ്ഞത് എന്ന്. അപ്പം നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അവൾ പറയും, ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് മാറ്റാൻ നോക്കും. അടുത്ത ദിവസം നമ്മളുടെ സൻഹയാണെങ്കിൽ നേരെ പോകുന്നത് ജുവോണിൻ്റെ ആ ബോയ് ഫ്രണ്ട് ഇല്ലേ അവനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവനെ കണ്ടിട്ട് അവൻ്റെ അടുത്ത് പറയും, ജുവോൺ ഇപ്പോൾ ഭയങ്കര ചെറുതാണ്, അവളുമായിട്ട് നീ ഇപ്പോൾ ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന്, നിനക്ക് അവളെ പറ്റി ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ പറയുന്നത്, എനിക്ക് ജുവോണിനെ പറ്റി എല്ലാം അറിയാം. ഇത് കേൾക്കുന്നത് നമ്മുടെ സൻഹയ്ക്ക് ചെറിയ ഐഡിയ കിട്ടും. അതായത് ജുവോൺ ഇന്നലെ പറഞ്ഞതിൻ്റെ മീനിങ് എന്തുവാണ്. ഇവൻ്റെ ചിരിയോ അത് നല്ലതുപോലെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹേജുനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു കോട്ടിലായിട്ട് വരുന്നത് അവിടെ എല്ലാവരും ബർഗർ കഴിക്കുമായിരുന്നു. നമ്മുടെ ഹേജുൻ വിചാരിച്ച് തന്നെ അവരുടെ കോച്ച് വാങ്ങിച്ചു കൊടുത്തു എന്ന. യഥാർത്ഥത്തിൽ നമ്മുടെ ഹേജുൻ്റെ ആ റിച്ച് ആയിട്ടുള്ള അച്ഛനില്ലേ അയാൾ വാങ്ങിച്ചു കൊടുത്ത ബർഗർ ആയിരുന്നു. ഇതറിയുന്ന നമ്മുടെ ഹേജുൻ എല്ലായിടത്തും ദേഷ്യപ്പെട്ടിട്ട് ആ ബർഗർ എല്ലാം വാങ്ങി അങ്ങ് കളയാനൊരുങ്ങും. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന പിള്ളേർ പറയും, ഓ നിന്റെ അച്ഛൻ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് നീ അതിൻ്റെ ഷോ ഓഫ് കാണിക്കുവാണല്ലേ എന്നും പറഞ്ഞിട്ട്. അതേസമയം തന്നെ നമ്മളുടെ സൻഹ എവിടേക്ക് വന്നിട്ട് ഹേജുനെ വിളിച്ചുകൊണ്ട് പോകും. അതായത് നമ്മളുടെ ജുവോന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിട്ട്. അതേസമയം തന്നെ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് ഇല്ലേ അവനെയും പൊക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ആ കോളേജ് ഫുള്ളും അങ്ങ് ഫ്ലാഷ് ആവും. അതായത് നമ്മളുടെ ജുവോണിന്റെ ചേട്ടന്മാര് അവളുടെ ബോയ് ഫ്രണ്ടിനെ പിടിച്ചുകൊണ്ട് പോയേക്കുക, അതും അവനെ അടിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞിട്ട്. ഇത് നമ്മളുടെ ജുവോണും അറിയും. അവള് വേഗം തന്നെ അവിടേക്ക് ഓടി വരും. സൻഹയാണെങ്കിൽ ഹേജുന്റെ അടുത്ത് പറയും, അതായത് ഇവനാണെങ്കിൽ നമ്മളുടെ അനിയത്തി എടുത്ത് അവളെ ഒരു സിംഗിൾ പേരന്റാണ് വളർത്തിയതെന്നും പറഞ്ഞ് ഹേർട്ട് ചെയ്തു എന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഹേജുനങ്ങ് ഭയങ്കര ദേഷ്യം വരും. ജുവോൺ ആണെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ട് ഇവന്മാരെവിടേക്കാണോ പോയത് ആ സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹേജുനാണെങ്കിൽ ഈ ബോയ് ഫ്രണ്ടിന്റെ മണ്ടയിലായിട്ട് കോളറി പിടിച്ച് കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൺ വന്നിട്ട് പറയും, അവൻ എൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ പറഞ്ഞത് എനിക്ക് അമ്മയില്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ എൻവയോൺമെന്റിലാണ് വളർന്നത് എന്നാ. ഇത്രയും നേരമായിട്ട് ആ ചെറുക്കനാണെങ്കിൽ ഇവന്മാരത്ത് ഒരു സത്യം പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ പറയത്തില്ല എന്ന് നമ്മളുടെ ജുവോണിന് വാക്ക് കൊടുത്തതല്ലേ. എന്നെ ഇവിടെ ജുവോൺ തന്നെയാണ് എല്ലാം റിവീലാക്കിയത്. ഇത് കേൾക്കുന്ന നമ്മുടെ സൻഹയ്ക്കും അതേപോലെ തന്നെ ഹേജുനും അങ്ങ് ഒരുമാതിരിയാവും. സൻഹ ഇപ്പോൾ നമ്മളുടെ ജുവോന്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അതേപോലെ തന്നെ ഹേജുനാണെങ്കിൽ ഈ ബോയ് ഫ്രണ്ടില്ലേ അവൻ്റെ പേര് ജുൻ എന്നാണ് കേട്ടോ. അവൻ്റെ അടുത്ത് പറയും, ഇനി മേലാ നീ ജുവോണിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല എന്ന്. നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഇപ്പോൾ സൻഹയുടെ പുറകെ നടക്കുക. അവനിപ്പോൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഇത്രയും വലിയൊരു സങ്കടപ്പെടുന്ന കാര്യം അവന്മാരത്ത് നിന്നൊക്കെ മറച്ചു വെച്ചില്ലേ. അതുകൊണ്ട് നമ്മുടെ സൻഹയാണെങ്കിൽ ജുവോന്റെ അടുത്ത് പറയും, നീയും ഹേജുനൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാൻ ഭയങ്കര മിടുക്കരാണ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചാലാണ് എപ്പോഴും കുറ്റക്കാരനാവുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സൻഹയുടെ അമ്മയും അതേപോലെ തന്നെ അവൻ്റെ അനിയത്തിയിലെ രണ്ടുപേരും നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ കടയിലായിട്ട് വന്നിരിക്കുന്നതാ. സൻഹ എത്തിയെന്ന് അറിയുന്നതും പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മ അവൻ്റെ അനിയത്തിനെയും കൊണ്ട് പുറത്തോട്ട് വരും അവനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് ഈ കൊച്ചു പെങ്കൊച്ചാണെങ്കിൽ നമ്മുടെ സൻഹേനെ ഒപ്പ എന്ന് വിളിക്കും. അങ്ങനെ നമ്മുടെ സൻഹയും അവൻ്റെ അമ്മയും അനിയത്തിയും എല്ലാവരും കൂടി നമ്മുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ കടയിലെ അവിടെയായിട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടെ ഈ കൊച്ചു കൊച്ചിനെയാണെങ്കിൽ നമ്മളുടെ ജുവോൺ പുറത്തോട്ട് കളിക്കാനായിട്ട് കൊണ്ടുപോകും. അവിടെയായിട്ട് സൻഹയുടെ അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നീ എൻ്റെ കൂടെ സിയോളിലേക്ക് വരണോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നല്ലതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലേ. ഇവിടെ നമ്മളുടെ ഹേജുൻ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ വീണ്ടും നമ്മളുടെ ഈ സൻഹയുടെ അമ്മേനെ കാണുന്നേ അവൻ്റെ അമ്മേനെ തന്നെ ഓർമ്മ വരുന്നത്. അവനങ്ങ് ഒരുമാതിരിയാവും. ഇവിടെ നമ്മളുടെ സൻഹ അവൻ്റെ അമ്മേനെ നോക്കിയിട്ട് പറയും, നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, ഇനി എൻ്റെ പുറകെ നടക്കരുത്, എന്നെ
ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹേജിൻ അവിടെ വന്നിട്ട് സൻഹയെ തടയാനായിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മുടെ സൻഹ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ പുറത്തോട്ട് ഇറങ്ങുന്നതും ഹേജും വന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ നിന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല, അമ്മ നിന്റെ അടുത്ത് കാര്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയാണെങ്കിൽ പറയും, നീ നിന്റെ അമ്മ വരുമ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ചെയ്തോ. നിന്റെ അമ്മ നിന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് കള്ളം പറഞ്ഞിട്ടാ പോയത്, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് അതുപോലും പറഞ്ഞിട്ടില്ല, തിരിച്ചു വരുവേന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹിജുന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ പറയും, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടില്ല എന്ന്. പെട്ടെന്ന് തന്നെ സൻഹ പറയും, നീ വെറും പൊട്ടനാ, നീ ഇപ്പോഴും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക, നിന്റെ അമ്മ തിരിച്ചു വരണമായിരുന്നുണ്ടെങ്കിൽ എപ്പോഴേ തിരിച്ചു വന്നാനെ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹിജുന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ നമ്മളുടെ സൻഹയുടെ മുഖത്തായിട്ട് ഒരു ഇടിയങ്ങ് വെച്ചു കൊടുക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.